ഉള്ളം കാണുന്ന നാഥ, പാപം പൊറുക്കൂ നാഥ. ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചാൽ നമ്മൾ ടെമ്പിൾ ഗ്ലാസ് ഒട്ടിക്കാറില്ലേ? വേറൊന്നും കൊണ്ടല്ല, അറിയാതെ എങ്ങാനും താഴെ വീണാൽ അതിൻ്റെ സ്ക്രീനിനൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ടെമ്പിൾ ഗ്ലാസ് ഇടും. ചിലർ മൊബൈലിന് കേസ് വാങ്ങിച്ചിടും, കാരണം വീണാൽ അതിനൊരു പോറലേൽക്കാൻ പാടില്ല. കയ്യിൽ കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു മൊബൈലിനെ എന്തുമാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്? ഇന്ന് യേശു ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ കയ്യിൽ നൽകിയ ജീവനെ നിങ്ങൾ എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്? അതാണ് ദ ഗോസ്പലിൻ്റെ ചോദ്യം. നിങ്ങളുടെ കയ്യിലെ ജീവനെ നിങ്ങൾ സേഫായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? അതിന് യേശു പഴയ നിയമത്തിലെ ചില കാര്യങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. ഒരു അവസാന സമയത്ത് കുറേ സംഭവങ്ങളുണ്ടാവും, അതിന് നിങ്ങൾ അവെയറായിട്ട് നിൽക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ യേശു പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് പാവം ഒത്തിരി പെരുകി. അങ്ങനെ പെരുകിയ സമയത്ത് ജലപ്രളയവും അഗ്നിയൊക്കെ നൽകി ഭൂമിയെ നശിപ്പിക്കുമെന്ന് ദൈവം കുറേ വാണിംഗ് കൊടുത്തു. പക്ഷേ അവരാ വാണിംഗൊന്നും ഗൗനിച്ചില്ല. അവർ വീണ്ടും തിന്മകൾ ചെയ്തുകൊണ്ടിരുന്നു, തെറ്റിൽ തന്നെ അകപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് എന്താണെന്ന് അറിയാനായിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായിട്ട് മാറി. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച നോഹയും ലോത്തും അവരുടെ കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടത്. കാര്യം ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ലെസണാണ്, ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ്. ഇങ്ങനെ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ യേശു കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഇതൊരു എൻഡ് ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വാർണിംഗ് സിഗ്നലൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അതാണ് എന്താ വാണിംഗ്. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. കാര്യം നിങ്ങളുടെ ജീവൻ അത്രയേറെ വിലപ്പെട്ടതാണ്, ജീവിതം അത്രയേറെ അമൂല്യമുള്ളതാണ്. വിശുദ്ധിയും നന്മയും കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. ഒരു സുരക്ഷിത കരങ്ങളിൽ നമ്മളെപ്പോഴും അതിനെ കാത്തുകൊള്ളണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ സാരമില്ല എന്ന് കരുതിയാൽ, കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ മതിയെന്ന് കരുതിയാൽ വലിയൊരു ആപത്തിലേക്ക് നമ്മളൊക്കെ എത്തും. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിൻ്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിൻ്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ. മിത്രവുമായി പിണങ്ങി ഞാൻ ബന്ധങ്ങളറ്റുപോയി, കഴിയുന്നില്ല പൊറുത്തിടാൻ. സ്വാർത്ഥനായി പലരെയും നോവിച്ചുവെങ്കിലും ക്ഷമ ചോദിക്കാൻ മടിച്ചു ഞാൻ. പല നാൾ പൊളിവാക്കാൻ ക്രൂശിച്ചു പലരെയും, സത്യം പറഞ്ഞില്ല ഞാൻ. ഉള്ളം കാണുന്ന നാഥ, ശക്തി പകരൂ നാഥ.
പാപത്തിൻ വഴികൾ ഞാൻ ശ്രമിച്ചു വെടിയുവാൻ, പാപത്തിൽ തന്നെ പതിച്ചു. പ്രാർത്ഥനയിൽ അനുദിനം വളരാൻ നോക്കി ഞാൻ, ചില നാൾ ജപങ്ങൾ മുടങ്ങി. നന്നായൊരുങ്ങാതെ പാപമേറ്റു പറയാതെ പല നാൾ കുർബാനയുണ്ടു. ഉള്ളം കാണുന്ന നാഥ, പാപം പൊറുക്കൂ നാഥ. ജീവിതയാത്ര തൻ ലക്ഷ്യം മറന്നു ഞാൻ, അതിദൂരം ഓടി വിവശനായി. വേല ചെയ്തു വലഞ്ഞെന്റെ പാണികൾ തളർന്നു പോയി, ഫലമൊന്നുമില്ലാതെ മനസ്സും. മാറാത്ത വ്യാധികൾ എന്നിൽ പടരവേ, നോവേറ്റു പിടയുന്നു ഞാൻ. ഉള്ളം കാണുന്ന നാഥ, കാരുണ്യമേകൂ നാഥ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ. വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ. വന്നിടൂ കേൾക്കുവാനാ എന്നേശുവേ.